തള്ള കൊറേ കാലായിട്ടേ മരുമോള് സത്യത്തിൽ കുറച്ച് മോശമാണ്. തള്ളക്ക് തിന്നാൻ കൊടുക്കായും തള്ളൊരു വെള്ളം എടുത്തെടുക്കാൻ അയക്കൂല, ഗ്യാസുമ്മ കത്തിക്കാൻ അയക്കൂല, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയും. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പ്രദേശത്ത് ഒരു അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം വലിയ ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം ചായ നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണമായതെന്നായിരുന്നു വിവരം. എന്നാൽ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ വിവിധ വോയിസ് ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും സംഭവത്തിന് പിന്നിൽ കൂടുതൽ സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങളായിരിക്കാമെന്ന സംശയം ഉയരുകയും ചെയ്തു. പ്രചരിക്കുന്ന വോയിസ് സന്ദേശങ്ങളിൽ മരുമകൾക്ക് നേരെ നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത്. അവയിൽ പറയുന്നത് അമ്മായിയമ്മയ്ക്ക് ആവശ്യമായ പരിചരണം നൽകാത്തത്, ഭക്ഷണം പോലും ശരിയായി നൽകാത്തത്, വീടുകളിൽ സഹകരിക്കാത്തത് എന്നിവയാണ്. അതേസമയം ഈ വോയിസ് ക്ലിപ്പുകളുടെ സത്യസന്ധത ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മുമ്പുണ്ടായിരുന്ന കുടുംബ പ്രശ്നങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ കുടുംബത്തിൽ മുമ്പ് തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെന്ന സൂചനകളാണ് ഉണ്ടാവുന്നത്. അമ്മായിയമ്മയുമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് മരുമകൾ ഒരിക്കൽ സ്വന്തം വീട്ടിലേക്ക് മാറിപ്പോയതായും പിന്നീട് കുടുംബങ്ങളുടെ ഇടപെടലിലൂടെ വീണ്ടും വീട്ടിലേക്ക് മടങ്ങിയതായി വിവരങ്ങൾ പുറത്തുവരുന്നു. ഇതിനു പിന്നാലെ വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമായതോടെ മരുമകൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതായും ചില റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഈ വിവരങ്ങളും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടില്ല. സംഭവ ദിവസമുണ്ടായ തർക്കം കടുത്ത സംഘർഷത്തിലേക്ക് വഴിമാറി. തുടർന്ന് അമ്മായിയമ്മയായ ശാന്ത ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. 2 പെൺമക്കളോടൊപ്പം ഉറങ്ങിക്കിടന്ന മരുമകളെ ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. കഴുത്തിലും മുഖത്തും ശരീരത്തിലെ പല ഭാഗങ്ങളിൽ വെട്ടുകയായിരുന്നു. മരുമകൾ ഓടാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും വെട്ടുകയായിരുന്നു. മക്കൾ തടഞ്ഞെങ്കിലും അവരെയും തള്ളി മാറ്റുകയായിരുന്നു. മക്കളുടെ ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസികളാണ് പരിക്കേറ്റ് തളർന്നു വീണ മരുമകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. സംഭവം പ്രദേശത്ത് വലിയ ഞെട്ടലും ആശങ്കയും സൃഷ്ടിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ പലപ്പോഴും മാനസിക സമ്മർദ്ദം, കുടുംബ തർക്കങ്ങൾ, ആശയവിനിമയത്തിന്റെ അഭാവം എന്നിവ പ്രധാന കാരണങ്ങളായി കാണപ്പെടുകയാണ്. പ്രധാനമായി ആളുകളിൽ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ, മറ്റുള്ളവരുടെ പെരുമാറ്റം തെറ്റായി വ്യാഖ്യാനിക്കൽ, മാനസിക സംഘർഷം എന്നിവയാണ് ഇത്തരത്തിലുള്ള പ്രകോപനത്തിനും ക്രൂര ആക്രമണത്തിനും കാരണമാകുന്നത്. അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സാധാരണയായി കാണപ്പെടുന്നുണ്ടെങ്കിലും അധികാരമാറ്റം, പരസ്പര മനസ്സിലാക്കൽ കുറവ്, കുടുംബാംഗങ്ങളുടെ ഇടപെടലില്ലായ്മ ഈ പ്രശ്നങ്ങളെ കൂടുതൽ ഗുരുതരമാക്കുന്നു. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ മധ്യസ്ഥ വഹിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നതായിട്ട് നിരീക്ഷണം കാണിക്കുന്നത്. ഈ സംഭവം ഒരു വ്യക്തിഗത കുടുംബ പ്രശ്നമായി മാത്രം കാണേണ്ടതില്ലെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇത് സമൂഹത്തിൽ വ്യാപകമായി നിലനിൽക്കുന്ന കുടുംബ സംഘർഷങ്ങളുടെ പ്രതിഫലനമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനിരിക്കെയാണ്. പോലീസ് ഇതിന്റെ അന്വേഷണം തുടരുന്നു. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, കുടുംബത്തിലെ ഇത്തരം സംഘർഷങ്ങൾ പ്രധാന കാരണം ആരാണെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ പങ്കുവയ്ക്കുക. ഇതുപോലുള്ള ഡെയിലി ബേസിസിൽ നടക്കുന്ന സംഭവങ്ങളും അപ്ഡേറ്റ്സും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും വീഡിയോടൊപ്പം തുടരുക. നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ്സുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.